ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ വേറൊരു ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കുറേ ആൾക്കാർ കണ്ടിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ ബാച്ചിലേഴ്സിനൊക്കെയും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതായത് പുതിയതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ, ഈ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഈ ചെറിയ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം ചൂടായി വരുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നതും നല്ലത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ആദ്യം നമുക്കതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നാളികേരക്കൊത്തിന് പ്രത്യേകിച്ച് അളവില്ല, നമുക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർക്കാം. പക്ഷെ എന്തായാലും ചേർത്ത് കൊടുക്കണം. ഈ ഒരു നാളികേരക്കൊത്തോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഏകദേശം ഒരു യെല്ലോ കളറാവുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അരക്കപ്പിനടുത്ത് വരും. ചെറിയ ഉള്ളിയും ഈ ഒരു റെസിപ്പിക്ക് മസ്റ്റാണ്. അത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് ഈ ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നാൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള ഇതുപോലെ സ്ലൈസസ് ആക്കിയിട്ട് ചേർക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് നെടുക കയറിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ആ പൊടികളുടെ പച്ചമണക്കം നന്നായി മാറി വരുന്നവരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള 1.5 തക്കാളി ചേർക്കാം. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിൽ വെച്ചിട്ട് തക്കാളിയൊക്കെ അതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു 700 ഗ്രാം ചിക്കനാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ സവാള വഴറ്റുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഈ ചിക്കൻ നമുക്ക് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ ചിക്കനിന് ചെറുതായിട്ട് തന്നെ വെള്ളം ഇറങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുവരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കനിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കില്ല. ഈ ചിക്കനിൽ വരുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇത് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കുക്കായി വരും. പിന്നെ നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന ചിക്കൻ്റെ വേവിനനുസരിച്ച് കുക്കിംഗ് ടൈമിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. പിന്നെ ഇടയ്ക്ക് നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായി പൊതിഞ്ഞിട്ട് നല്ല പാകമായി വന്നിട്ടുണ്ട്.
ഇനി നമ്മളിത് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയായി. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. കുറേ ആൾക്കാരൊക്കെ ഈ രീതിയിൽ ചെയ്യുന്നുണ്ടാവും. എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്